അയാൾ അങ്ങനെ ഈ വരുണ് വീട്ടിലെല്ലാവരോടും കൂടിയിട്ട് പറയാണ് അവന് ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെല്ലാവരും കൂടി ഭയങ്കര ഹാപ്പിയായി നിൽക്കുന്ന സമയത്ത് രാധിക അങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു വിളക്ക് വേണം, ഫുൾ ടൈം ഇങ്ങനെ കത്തിച്ച് വെക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അതും ആദ്യത്തെ സാലറിയിൽ തന്നെ ആ വിളക്ക് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും രാധികനോടും ഈ അമ്മനോടും മുത്തച്ഛനോടും എല്ലാവരോടും കൂടിയിട്ട് വരുന്ന അങ്ങ് നന്ദിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും ആ സിനിമയുടെ ആ പ്രിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ആ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും എല്ലാവരും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, സിനിമ അടിപൊളിയായി അല്ല മോളെ, എന്തായാലും മോളുടെ ആ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അത് ശരിയാ, എൻ്റെ അഭിനയമൊക്കെ എങ്ങനെ ഉണ്ട് മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി അറിയുന്നുണ്ട്, നിൻ്റെ അഭിനയമൊക്കെ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി മുത്തശ്ശിയും കൂടിയിട്ട് അങ്ങ് ഫേമസ് ആവാൻ പോവാണ്, മുത്തശ്ശിയുടെ പേരും കൂടിയിട്ടാണ് ഇനി അങ്ങ് ഉയരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സുകുമാര മുത്തശ്ശി അങ്ങ് പറയുന്നുണ്ട്, എൻ്റെ പേര് നിൻ്റെ പേരിൻ്റെ താഴെ മതി, നീ ഉയർന്നാൽ മതി, നിന്നെക്കാട്ടിലും താഴെ മതി ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും മോളുടെ അഭിനയം അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ പ്രിയങ്ക ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോടും കൂടിയിട്ട് അങ്ങ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പറ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അഭിനയം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് അടിപൊളിയായിരുന്നു മാഡം, സൂപ്പറായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അഭിനയമൊക്കെ അടിപൊളിയാണ്, പക്ഷേ കൂടെ അഭിനയിച്ചവന്മാരൊന്നും അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ഡയറക്ടറിനെ പറ്റിയൊക്കെ എല്ലാവർക്കും എന്താ അഭിപ്രായം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ഡയറക്ടറിനെ പറ്റിയൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ഡയറക്ടറിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല, കാരണം നമ്മൾ പൈസ ഇറക്കി നമ്മൾ ചെയ്യുന്ന നമ്മുടെ സിനിമക്ക് പേരെടുക്കാൻ അയാളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു അഹങ്കാരം മൊത്തം അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, അത് പിന്നെ ഇവരുടെ ആ ഒരു ഇതിന് വലിയ അഭിപ്രായമൊന്നും ഇല്ല, എന്നാലും ലാസ്റ്റത്തെ ക്ലൈമാക്സൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പ്രിയങ്കയും മുത്തശ്ശിയും കൂടിയിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവും, നല്ല അഭിപ്രായം പറയുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാധാരണയാണ്, അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ വിടുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ മാഡം നമ്മൾ തന്നിരിക്കുന്ന ഫണ്ട് മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ടാക്സും കാര്യങ്ങളൊക്കെ അടക്കാനുള്ള കാര്യങ്ങളും അതിനുള്ള പൈസയൊക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടി പൈസ വേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് കാര്യം പറഞ്ഞാലും അപ്പോൾ പൈസ പൈസ പൈസ, എന്തായാലും ഈ ഒരു ടാക്സ് കാര്യങ്ങൾക്കുള്ള പൈസ ഒക്കെ നീ അങ്ങ് എന്തെങ്കിലുമൊക്കെ കാട്ടി അങ്ങ് അടക്ക്, പിന്നെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പൈസക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാവില്ലല്ലോ, ഒരുപാട് പൈസയും കിട്ടും അല്ലേടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, അത് ശരിയാണ്, അപ്പോൾ നല്ല പൈസ കിട്ടും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പോൾ ആ പൈസ മൊത്തം നമുക്ക് അങ്ങ് സെറ്റിൽ ചെയ്തേക്കാം, ഇപ്പം നീ ആ പൈസ ഒക്കെ അങ്ങ് എന്തെങ്കിലുമൊക്കെ കാട്ടി അടക്ക് എന്നൊക്കെ അങ്ങനെ ഇവരോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരും പറയുന്നുണ്ട്, ഓക്കെ സർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ ആ ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ തുടരുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ വരുൺ ആ SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് അങ്ങ് പോവാണ്, ആദ്യത്തെ ദിവസം തന്നെയാണ്. അപ്പം ജോലിയിലേക്ക് അങ്ങ് കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദിവസമാണ്. അപ്പോൾ ഇവന് നേരെ കയറി ചെന്നിട്ട് അവിടെ ആ ഒരു റിസപ്ഷനിലുള്ള ആ ഒരു പെണ്ണ് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, വരൂ മാഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വേറൊരു ക്യാബിനിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്, അവന് ആ ഒരു ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരാളിങ്ങനെ വരുണല്ലേ ഒന്ന് ഇരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, MD കുറച്ച് ലേറ്റ് ആകും വരാൻ, അവരുടെ ടൈം ഷെഡ്യൂളിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നോട് ഇവിടെ സൈൻ ചെയ്യാനാണ് പറഞ്ഞത്, നിന്നോട് ജോലിക്ക് കയറിക്കോളൂ എന്നാണ് പറഞ്ഞത്, അവർ വന്ന് കഴിഞ്ഞതിന് ശേഷം നിന്നെ അങ്ങ് കാണാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ വരുണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ സർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ജോലിയിലേക്ക് അങ്ങ് കയറുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് എല്ലാവരും അവനോടൊരു കൺഗ്രാജുലേഷൻസ് ഒക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതേ സമയത്ത് നമ്മുടെ രാധികയും അവളെ സഹായിക്കാനുണ്ടായിരുന്ന ആ ഒരു ചേച്ചിയും കൂടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്തുണ്ടാകും ഒരു വ്ളോഗർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, അത് 3 അമ്മമാരെ പറ്റിയിട്ട് ഒരു പഞ്ചാമൃതം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു അമ്മമാരെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, ആ 3 അമ്മമാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു പഞ്ചാമൃതമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ പറ്റി ഒരു പ്രൊമോഷൻ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഈ ചേച്ചി അയാളെ അങ്ങ് കാണുന്നുണ്ട്. അപ്പോൾ രാധികനോട് പറയുന്നുണ്ട്, മോളെ നീ ആ ചെറുക്കനെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാധിക അവനെ അങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അത് ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, എൻ്റെ മോളെ ആറ്റുവാശ്ശേരി സദ്യയിൽ വിഷം കലർന്നെന്ന് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരുന്നത് ആ ചെറുക്കനായിരുന്നു,
അവനായിരുന്നു എല്ലാത്തിനും പിന്നിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഈ ചെറുക്കൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഈ രാധിക അവനോട് അങ്ങ് ചോദിക്കുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, എന്നെ പരിചയമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചെറുക്കൻ ഇങ്ങനെ ആദ്യം ഈ രാധികൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നമ്മൾക്ക് നല്ല പരിചയമുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാധിക കാര്യം അങ്ങ് പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു ആറ്റുവാശ്ശേരി സദ്യനെക്കുറിച്ച്, അതിൽ വിഷം കലർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചെറുക്കൻ പറയുന്നുണ്ട്, അതെ ഞാൻ ചെയ്തിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ആറ്റുവാശ്ശേരി സദ്യ എന്ന് പറയുന്നത് ഞങ്ങളുടേതായിരുന്നു, ഞാനാണ് രാധിക, ഞാനായിരുന്നു അത് നടത്തിക്കൊണ്ട് പോയിരുന്നത് എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ ഈ ചെറുക്കന് ചെറുതായിട്ടൊരു പേടിയും ഒരു ടെൻഷനും ഒക്കെ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ഈ അമ്മനെ കണ്ടോ, ഈ അമ്മ ഞങ്ങളും എല്ലാവരും കൂടിയിട്ട്, എൻ്റെ അമ്മയും മുത്തശ്ശി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് തുടങ്ങിയെടുക്കുന്ന ഒരു സംരംഭമായിരുന്നത്. പക്ഷേ നിങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷം അതെല്ലാം ഞങ്ങൾ നശിച്ചു പോയിരിക്കുകയാണ്, ഞങ്ങളുടെ എല്ലാം തകർന്നടി, ഞങ്ങളിതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരുന്ന ഞങ്ങളെ ഇമേജ് കാര്യങ്ങൾ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇവനോട് അങ്ങ് പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ അതേക്കുറിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക, അതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കുക ചെയ്തോ, ആരായിരുന്നു ആ വിഷം കലർത്തിയിരുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ചോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്കതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടിയില്ലല്ലേ, നിങ്ങൾ ഓരോ വീഡിയോ നിങ്ങൾക്ക് വെറും ലൈക്കും കമൻറ്റും മാത്രം മതി, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ബലിയാടാക്കുന്നത് ഞങ്ങളുടെ ജീവിതം കൂടിയായിരുന്നു, ഞങ്ങളുടെ ജീവിത മാർഗ്ഗമായിരുന്നു, ചെറിയൊരു തുച്ഛമായിട്ടുള്ളൊരു വരുമാനമായിരുന്നെങ്കിലും ഞങ്ങൾക്കതൊരു ആശ്വാസം തന്നെയായിരുന്നു, അതെല്ലാം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് എന്നുള്ള കാര്യം രാധിക അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഭക്ഷണത്തിൽ വിഷം ചേർത്തത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിലെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, ആ ബന്ധുവാണ് ആ ഭക്ഷണത്തിൽ വിഷം ചേർത്തത്. അവരതിന് ശേഷം പോലീസുകാർ വന്ന് അത് തെളിയിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവർക്കുള്ള ശിക്ഷയൊക്കെ കോടതിയിലൊക്കെ കൊടുത്തു. പക്ഷേ നിങ്ങൾ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വ്ളോഗർ പറയുന്നുണ്ട്, അത് സോറി, എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കതേക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാനായല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ്. അവർ ആദ്യം അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരുടെ ജീവിതത്തിനെ എത്രമാത്രം ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശാസിക്കാണ്. നിങ്ങൾ എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിലും അതിൻ്റെ നിജസ്ഥിതി അറിയാതെ നിങ്ങൾ വീഡിയോ എടുക്കുന്നത്, അതിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു എന്ന് പോലും നിങ്ങൾ അന്വേഷിക്കാതെയാണ് നിങ്ങൾ ഓരോ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് വെറും ലൈക്കും കമൻറ്റും മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു, ഞാൻ ചെയ്തത് ഒരു തെറ്റ് തന്നെ ആയിരുന്നു, പക്ഷേ ആ തെറ്റ് തിരുത്താൻ എന്നെക്കൊണ്ട് കഴിയും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവരാദ്യം ആദ്യം ഒന്ന് പരുങ്ങുന്നുണ്ട്, അതെങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഇവനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ ഇതേക്കുറിച്ച് നല്ല കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്തോളാം, ഇതെങ്ങനെ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കുന്നത് എങ്ങനെയെന്നൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ ഇങ്ങനെ ഈ ചെറുക്കൻ അങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ ഈ വരുണിൻ്റെ ഓഫീസിൽ അവനിങ്ങനെ അവിടെയുള്ള ഒരാളെ ഇങ്ങനെ ഒരു സ്റ്റാഫിനെ ഇങ്ങനെ പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. ഹായ്, ഞാൻ വരുൺ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ സ്റ്റാഫ് പറയുന്നുണ്ട്, വരുണല്ലേ, എനിക്ക് മുന്നേ പരിചയമുണ്ട്, നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അല്ല നമ്മളെങ്ങനെ പരിചയപ്പെട്ടത് എന്നൊക്കെ അങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഈ സ്റ്റാഫ് പറയുന്നുണ്ട്, അത് പിന്നെ നമ്മൾ കുറച്ച് 2-2.5 വർഷം മുന്നേ ഒരു കമ്പനിയുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുൺ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ അന്നത്തെ സമയത്ത് എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ജോലി എന്ന് പറയുന്നത് വേറെ ആയിരുന്നു എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ സ്റ്റാഫ് പറയുന്നുണ്ട്, അതങ്ങനെ തന്നെ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാം ഉണ്ടാകും, എല്ലാ സാഹചര്യവും നമ്മളങ്ങനെ സർവൈവ് ചെയ്യണം, അപ്പോഴല്ലേ ജീവിതമാകുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ വരുൺ MD വന്നിട്ടുണ്ട്, MDയുടെ അടുത്തേക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ വരുൺ യോജിക്കുന്നുണ്ട്, അല്ല അവർ ഇത്രയും പെട്ടെന്ന് വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, MDയുടെ കാര്യം അങ്ങനെയാണ്, ചിലപ്പം പെട്ടെന്ന് വരും, ചിലപ്പം പെട്ടെന്ന് പോവും തന്നെ ചെയ്യും, അവരുടെ കാര്യമൊന്നും പ്രവചിക്കാൻ തന്നെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ MDയുടെ ക്യാബിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ MDയുടെ ക്യാബിൽ ആ ഒരു 2 സ്റ്റാഫും കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു MD എന്ന് പറയുന്നത് ആ കസേര തിരിഞ്ഞാണ് ഇരിക്കുന്നത്, മുഖം കാണാതെ ഉള്ള ഒരു രീതിയിൽ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഈ MD ഫുള്ള് ഈ വരുണിൻ്റെ ഫയലൊക്കെ അങ്ങ് ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം കൂടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത 2 പേരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഉണ്ട്, ഇവർ വല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ അടിപൊളിയായിട്ടാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്, അമേരിക്കയിലൊക്കെ പോയി പഠിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ MD ഇങ്ങനെ എന്തായാലും
ഇവൻ്റെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ പേജും ഇങ്ങനെ മറിച്ച് നോക്കി ഫയലിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവസാനം ഈ MD ഇങ്ങനെ പറയുന്നുണ്ട് ഈ വരുണിനോട്, അല്ല നിങ്ങൾ അമേരിക്കയിൽ എവിടെയാണ് പോയി പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ചെയർ അങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ സമയത്താണ് ഈ വരുണിനെ അങ്ങ് കാണുന്നത്. അതും ഈ ഇരിക്കുന്ന MD എന്ന് പറയുന്നത് ആ പഴയ സോനയാണ്. ആ പോരുന്ന വഴിക്ക് ആ കൊച്ചിനെ ആക്സിഡൻ്റ് ആക്കിയിട്ടിരിക്കുന്ന സമയത്ത് കവിളത്ത് തല്ലിയ ആ ഒരു സോനയാണ് ഈ ഒരു ഓഫീസിലെ MD സീറ്റിൽ അങ്ങ് ഇരിക്കുന്നത്. അപ്പോൾ ഇയാളെ അങ്ങ് കാണുന്ന സമയത്ത് വരുണും പേടിക്കുന്നുണ്ട്, സോനി അങ്ങ് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ സോന പെട്ടെന്ന് തന്നെ ചെയറിൽ നിന്ന് എണീറ്റിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീയാണോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ വരുൺ ആകെ ഒന്ന് പരുങ്ങുന്നുണ്ട്. അത് പിന്നെ മേഡം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവനിങ്ങനെ ഈ പരുങ്ങുന്ന സമയത്ത് ഈ സോന ഇങ്ങനെ ബാക്കിയുള്ളവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഈ ജോലിക്ക് ഇത്രയും പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് വെച്ചത് ഇവനെയാണോ ഇവിടുത്തെ മാനേജറാണെന്നൊക്കെ പറഞ്ഞ് വെച്ചത്, അതും എൻ്റെ കമ്പനിയിൽ എൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇവനോ എന്നൊക്കെ അങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല മേഡത്തിന് ഇവനെ അറിയോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ MD ഇങ്ങനെ പറയുന്നുണ്ട്, അറിയോന്നോ, ഇവനെ എന്നെ കാരണത്തടിച്ചതാണ്, അതും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലിയതാണ്, ഇവനൊരു തെരുവ് ഗുണ്ടയാണ്, ഇവനെ പോലെയുള്ള ഒരാളെയാണ് ഈ കമ്പനിയുടെ മാനേജറാക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ച് ഇവർ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഈ MD. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനെ എൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ എൻ്റെ കമ്പനിയിൽ ജോലി ഞാൻ കൊടുക്കില്ല, ഇവൻ ഇവിടെ ജോലിയില്ല, ഇവനോട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ വരണ ആകെ ടെൻഷനാവുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈ 2 സ്റ്റാഫുകൾ പറയുന്നുണ്ട്, അത് പിന്നെ CEO പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഒരു പ്രത്യേക ഇഷ്ടപ്രകാരം പ്രത്യേക പരിഗണനയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തൊരു പോസ്റ്റാണിത്, അതുകൊണ്ട് അത് മാറ്റാൻ CEO സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ MD പറയുന്നുണ്ട്, അവരോടൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ. ഈ സോന ഫോൺ എടുത്തൊരു ജനവാതിലിൻ്റെ മുന്നിലേക്ക് അങ്ങ് പോയിട്ട് അങ്ങ് കോൾ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കോളിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അതിന് എതിർവശത്തുള്ള ആൾ ഈ സോനയ്ക്ക് എതിരെയാണ് പറയുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനിൽ ഇങ്ങനെ ഇവളിങ്ങനെ വാശി കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കോൾ കട്ട് ചെയ്തതിന് ശേഷം ഈ പെണ്ണിങ്ങനെ സോന നിരാശനായിട്ട് നിൽക്കുന്നുണ്ട്. വരുണാണെങ്കിൽ പ്രതീക്ഷയോടെ അങ്ങ് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് എപ്പിസോഡ് എന്തായാലും അവസാനിച്ചിട്ടുള്ളത്. പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഈ സോന നേരെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് അവളുടെ ആ ഒരു വീട്ടിലുള്ള ആ ഒരു ചേച്ചിയോട് അങ്ങ് കയർത്തങ്ങ് സംസാരിക്കാൻ പോവാണ്. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് അവൾ കയറി ചെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നമ്മുടെ ഈ സേറനോടാണ്. അപ്പോൾ സേറയും ഈ സോനയും തമ്മിൽ റിലേറ്റീവ്സാണ്. സോന സേറനോട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നതുണ്ട്. എൻ്റെ വാക്കിനൊരു വിലയില്ല, ഞാൻ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഞാൻ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലുത് എന്നാണ്, നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലുത് എനിക്കാണ് എന്നുള്ളതായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ സ്ഥാനം തന്നെ എനിക്കായിരുന്നു എന്നാണ്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതുപോലെ എതിർത്ത് നിന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ സോന ഭയങ്കരമായിട്ട് ഈ സേറനോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സേറ ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോൾക്കറിയാം ആ വരുൺ ആരാണെന്ന് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ മറ്റൊരു ശത്രുക്കളാണ് എന്ന് എന്തായാലും ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സോന ഈ സേറയും റിലേറ്റീവ്സാണ്. അപ്പോൾ ഈ ഒരു പണി ഈ സേറ മനഃപൂർവ്വം വരുണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാനേജറാക്കി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നെന്തായാലും വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സേറ ഈ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ചന്ദ്രശേഖരൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മിക്കവാറും ആ വ്ളോഗർ ഈ ആറ്റുവാശ്ശേരി സത്യനെ കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാണ് തോന്നുന്നത്. ആ ഒരു വീഡിയോ കണ്ട് ഷോക്കായിട്ടാണ് ഈ ചന്ദ്രശേഖരൻ എന്തായാലും സേറക്ക് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.